കണ്ണാടിൻ്റെ മുമ്പിൽ നിറയെ ടൈം ചിലവാക്കേണ്ടെങ്കിൽ അതിനർത്ഥം കുറച്ച് നിങ്ങൾ ബ്യൂട്ടി കോൺഷ്യസ് ആണ്, ഒരു ഹെൽത്തി കോൺഷ്യസ് ആണെന്നും കൂടിയാണ് അർത്ഥം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ ഗട്ട് ഹെൽത്തും നിങ്ങളെ സ്കിന്നും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. നിങ്ങൾ ഏതാണോ ഇൻടേക്ക് എടുത്ത് നമ്മളെ ബോഡി അബ്സോർബ് ചെയ്യണതോ അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ സ്കിന്നിൽ കാണിക്കും. സ്കിന്നിന് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നൽകിയാൽ ടിപ്സ് ഞാൻ പറഞ്ഞത് നിങ്ങളത് ഫോളോ ചെയ്ത് വെക്കുന്ന മുതൽ ഫസ്റ്റ് വൺ നല്ല ഹൈഡ്രേഷൻ. ഒരു ദിവസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 20 കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ 1 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു ഹാബിറ്റ് ഫോളോ ചെയ്തു കുറേശ്ശെ വെള്ളം കുടിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഹൈഡ്രേഷൻ അത്യാവശ്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിറയെ ഫൈബർ അടങ്ങിയ ഭക്ഷണം. ഒരു ദിവസം മിനിമം ഒരു 25 grams ആൻഡ് അബോവ് ഫൈബർ ഇൻടേക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 4 സത്ത് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡ് ഇൻടേക്കിൽ നിറയെ ബെറീസ് അങ്ങനത്തെ സാധനങ്ങൾ ആഡ് ചെയ്യുക. നിറയെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഫുഡിൽ ആഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നിറയെ സ്വീറ്റ്സ് കഴിക്കുന്ന ആളാണെന്ന് വിചാരിച്ചോളൂ. സ്വീറ്റ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നഷ്ടപ്പെടും. സ്വീറ്റ്സ്, സ്നാക്സ്, അൺഹെൽത്തി സ്നാക്കൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നഷ്ടപ്പെടും. ഇപ്പോൾ ടീ, കോഫി മുതലിട്ടിട്ട് നിറയെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുള്ളത് സ്കിന്നിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നഷ്ടപ്പെടുന്നത് പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ഇതിൽ പിന്നീട് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊളാജൻ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഇൻടേക്ക് എടുക്കണം. കൊളാജൻ പ്രോട്ടീൻ നമ്മളെ ഫുഡിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കണം. അഡീഷണൽ ആയിട്ട് സപ്ലിമെൻ്റ് ആയിട്ട് കൊളാജൻ പ്രോട്ടീൻ ഉണ്ട്. കൂടാതെ തന്നെ പുറത്ത് നിങ്ങൾ ക്രീംസ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടതിൽ ഡെർമറ്റോളജിക്കലി സേഫ് ആണോ എന്നുള്ളത് നോക്കണം.